ജനുവരി 1 കസ്റ്റമർ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കസ്റ്റമർ വിളിച്ചപ്പം പറഞ്ഞു, ഇനി ഒരു 50,000 രൂപയും കൂടി അടച്ചാലേ വണ്ടി തരുവുള്ളൂ. അപ്പോൾ സെയിൽസ് മാനേജർ പറഞ്ഞു ഇവരെല്ലാം റെഡിയാക്കിയതാണ്. 15 2 lakhs ചെക്ക് തന്നു. ലോൺ പേപ്പേഴ്സ് എല്ലാ പേപ്പറും അവർ തന്നതായിട്ടാണ് റെക്കോർഡഡ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സഹോദരന് 50,000 റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ സ്ട്രോങ് സ്റ്റാൻഡ് സെയിൽസ് മാനേജർ വന്നു. അക്കൗണ്ട്സ് മാനേജറിലേക്ക് വന്നപ്പോൾ അക്കൗണ്ട്സ് മാനേജർ പറഞ്ഞു ഈ ഡിസ്കൗണ്ട് എന്ന ആ സ്കീം ഡിസംബർ 31 രാത്രി 12 മണിയായപ്പോൾ എൻഡായി. അതിൻ്റെ ഉള്ളിൽ സെയിൽ ബില്ല് കമ്പനിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ആ 50,000 എലിജിബിലിറ്റി ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഫണ്ട് വന്നത് അല്ലെങ്കിൽ സാങ്ഷൻ ഓർഡർ കയ്യിൽ കിട്ടിയത് ജനുവരി 1 ഈ 50,000 റുപ്പീസ് നമുക്ക് കൊടുത്താൽ, ഈ ഡിസ്കൗണ്ട് നമുക്ക് കൊടുത്താൽ അത് കമ്പനിയുടെ ലോസായി മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും പറ്റില്ല. അപ്പോൾ സെയിൽസ് മാനേജർ ഒരു സൈഡിൽ കൊടുക്കണം എന്നും അക്കൗണ്ട്സ് മാനേജർ അത് കൊടുക്കാൻ പറ്റിയല്ല, കൊടുത്താൽ അത് കമ്പനിക്ക് ലോസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഹോട്ട് ടോക്ക് ആ ഷോറൂമിൻ്റെ ഉള്ളിൽ സംഭവിച്ചു. അത് സംഭവിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹോട്ട് ടോക്ക് ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ പബ്ലിക്കിന് അനുകൂലമായിട്ടും ഒരാൾ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസ്കഷൻ കാര്യങ്ങളും വന്നപ്പോൾ അതൊരു ഇഷ്യൂ ആയി മാറി.